ജാർഖണ്ഡിൽ വളരെ നിർണായകമായ രാഷ്ട്രീയ നീക്കങ്ങളാണ് ഈ രാത്രി നടക്കുന്നത്. മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ രാജിവെച്ചു. ഖനന അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെയാണ് ഹേമന്ത് സോറന്റെ രാജി. നിലവിലെ ഗതാഗത മന്ത്രി ചമ്പൈ സോറൻ പുതിയ മുഖ്യമന്ത്രിയാകും. 8 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഹേമന്ത് സോറനെ ED കസ്റ്റഡിയിലെടുത്തത്. അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. ചമ്പൈ സോറന്റെ സത്യപ്രതിജ്ഞ ഇന്ന് രാത്രി തന്നെ ഉണ്ടാകുമെന്നാണ് JMM നേതാക്കൾ അറിയിക്കുന്നത്. विधायक दल के नेता के रूप में चंपाई सोरेन को हम लोगों ने चुन लिया है। महामहिम राज्यपाल महोदय से निवेदन कर रहे हैं कि उनको ओथ कराएं। ഡൽഹിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ അച്യുതനും രാധാകൃഷ്ണനും നൽകും. ആർക്കെ നേരത്തെ നമ്മൾ അറിഞ്ഞത് ഈ ഹേമന്ത് സോറനെ കസ്റ്റഡിയിലെടുത്ത ശേഷം ED ഉദ്യോഗസ്ഥർ തന്നെയാണ് അദ്ദേഹത്തെ രാജ്ഭവനിൽ കൊണ്ടുപോയത്. അദ്ദേഹത്തിന്റെ രാജിക്കത്ത് ഗവർണർക്ക് കൈമാറിയത് ED ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ തന്നെ ആയിരുന്നു എന്നാണ്. അപ്പോൾ അറസ്റ്റ് ഏത് സമയവും രേഖപ്പെടുത്താം. സാങ്കേതികമായ നടപടി മാത്രമേ ഇനി ബാക്കിയുള്ളൂ അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വിജയൻ. കാരണം ഇത് അസാധാരണമായിട്ടുള്ള ഒരു നടപടിക്രമത്തിന്റെ തുടർച്ചയായിട്ട് നടക്കുന്നതാണ്. ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ എങ്ങനെ വേണം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ധാരണ കുറവ് EDക്കും ഉണ്ട്. ഈ അറസ്റ്റ് മെമ്മോ കൈമാറണം. അറസ്റ്റ് മെമ്മോയിൽ രേഖപ്പെടുത്തേണ്ട വാചകങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ചില നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അതാണ് നിലനിന്നിരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവസാനോപാധി എന്ന രീതിയിൽ ഹേമന്ത് സോറൻ തന്നെ രാജി സന്നദ്ധത അറിയിക്കുകയും രാജി കൈമാറാനായിട്ട് താൻ സന്നദ്ധനാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. ആ വിധത്തിലാണ് JMMന്റെ ചില MLA മാർ പറയുന്നത്. ആ സാഹചര്യത്തിലാണ് അദ്ദേഹം രാജ്ഭവനിലേക്ക് ED ഉദ്യോഗസ്ഥരോടൊപ്പം പോയത്. കസ്റ്റഡിയിൽ തുടർന്നുകൊണ്ടാണ് ഈ രാജിക്കത്ത് കൈമാറിയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി അറസ്റ്റ് മെമ്മോ കൈമാറുക എന്ന നടപടിക്രമം മാത്രമാണ് ഉള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അത് ഏതാനും സമയങ്ങൾക്കകം തന്നെ അത് നടപടിക്രമം പൂർത്തിയാക്കും. അതോടുകൂടി ഹേമന്ത് സോറന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ വളരെ വേഗത്തിൽ തന്നെ അറസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് ED വ്യക്തമാക്കുന്നത്. ED ഏതാണ്ട് 7 തവണയാണ് ഈ നോട്ടീസ് നൽകിയത്. അവസാന തവണ നോട്ടീസ് നൽകുമ്പോൾ രേഖപ്പെടുത്തിയിരുന്ന വാചകങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. അല്പം കടുപ്പമേറിയ വാക്കുകളായിരുന്നു. താങ്കൾക്ക് 7 തവണ അവസരം നൽകി. ഇനിയും ചോദ്യം ചെയ്യലിന് ഹാജരായില്ലെങ്കിൽ മറ്റ് ശക്തമായിട്ടുള്ള നടപടികളിലേക്ക് പോകേണ്ടി വരും എന്നായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. അതിനോട് പ്രതികരിക്കാതെയാണ് ഹേമന്ത് സോറൻ ഒളിവിൽ പോകുന്ന സാഹചര്യത്തിലേക്ക് ഉണ്ടായത്. ED ആണ് ഒളിവിൽ പോയി അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിച്ചില്ല 30 മണിക്കൂറോളം എന്ന് പറഞ്ഞത്. തുടർന്ന് അദ്ദേഹത്തെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാനുള്ള സാഹചര്യം വരികയും തുടർന്ന് അദ്ദേഹം തന്നെ പ്രത്യക്ഷനാവുകയും ചെയ്യുകയായിരുന്നു. ഇതിന് തുടർച്ചയായി നടത്തിയ റെയ്ഡുമായി ബന്ധപ്പെട്ട പണമടക്കം പിടിച്ചെടുക്കുകയും ചെയ്തു. അത് ഹേമന്ത് സോറന് വലിയ തിരിച്ചടിയാണ്. നിലവിലുള്ള സാഹചര്യത്തിൽ മറ്റൊരു ഉപാധി അറസ്റ്റിന് വഴങ്ങുകയല്ലാതെ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിലാണ് ഹേമന്ത് സോറൻ EDക്ക് മുന്നിലേക്ക് പോകാനായി തീരുമാനിച്ചതും താൻ ചോദ്യം ചെയ്യലിന് വിധേയനാകാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. പലതവണ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഹേമന്ത് സോറന് അനുകൂലമായിട്ടുള്ള ഒരു സമീപനവും ഉണ്ടായില്ല. അറിയാനായി സാധിക്കുന്നത് ഇന്നലെ വൈകിട്ടുകൂടി അദ്ദേഹം സുപ്രീം കോടതിയിൽ ഒരു പ്രത്യേക അനുമതി ഹർജി നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ചർച്ച ചെയ്തിരുന്നു എന്നുള്ളതാണ്. 2024 നവംബർ വരെ മാത്രമാണ് ആ സർക്കാരിന് കാലാവധി ഉള്ളത്. അതുകൊണ്ട് ആ സർക്കാരിനെ അട്ടിമറിക്കാൻ നടത്തുന്ന നീക്കങ്ങളുടെ ഭാഗമാണ് എന്ന് വിവരിച്ചുകൊണ്ട് ഒരു ഹർജി സമർപ്പിക്കാനായിരുന്നു അദ്ദേഹം ശ്രമിച്ചത്. പക്ഷേ വലിയ തിരിച്ചടിയാകും ഈ സുപ്രീം കോടതി മുൻപ് പറഞ്ഞ ഉപാധികൾ പോലും അംഗീകരിക്കാതെയാണ് അദ്ദേഹം ഒളിവിലടക്കം പോയത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരുന്ന അടക്കമുള്ള കാര്യങ്ങൾ സുപ്രീം കോടതിയിൽ ED വിവരിച്ചാൽ അദ്ദേഹത്തിന് പിന്നീട് ഈ കേസിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പരാമർശങ്ങളിലേക്ക് ഒരുപക്ഷെ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാകും എന്ന ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായി. ഇതിനെ തുടർന്നാണ് വീണ്ടും ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകാം എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതനുസരിച്ച് ചോദ്യം ചെയ്യലിന് അദ്ദേഹം ഹാജരാവുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ തന്നെ ഫസ്റ്റ് ഫാമിലി എന്നാണ് വിജയൻ ആ ഫാമിലി അറിയപ്പെടുന്നത്, ആ കുടുംബം അറിയപ്പെടുന്നത്. മുഖ്യമന്ത്രിയുടെ ഫാമിലിയെ ജാർഖണ്ഡിൽ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഫസ്റ്റ് ഫാമിലിയിലെ ഹേമന്ത് സോറന് അദ്ദേഹത്തിന് ഭാര്യയ്ക്ക് അധികാരം കൈമാറണമെന്നായിരുന്നു താല്പര്യമെങ്കിലും പക്ഷേ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ച് അദ്ദേഹത്തിന് അതിന് സാധിക്കാതെ വരുന്ന ഒരു അവസ്ഥയിലാണ് അദ്ദേഹം മറിച്ച് ചിന്തിച്ചത് എന്നും അറിയാൻ സാധിക്കുന്നു. ഏതായാലും അറസ്റ്റ് നടപടികൾ അല്പസമയത്തിനകം പൂർത്തിയാകും. ആ അറസ്റ്റ് നടപടികൾ എന്തായാലും വളരെ ചടുലമായ രാഷ്ട്രീയ നീക്കങ്ങളാണ് നടക്കുന്നത് റാഞ്ചിയിൽ. അതിന്റെ വിവരങ്ങളാണ് വരുന്നത്. അച്യുതൻ കൂടി ചേരുന്നുണ്ട്. അച്യുതൻ, ഈ ചമ്പൈ സോറനിലേക്ക് എങ്ങനെയാണ് JMM നേതാക്കൾ എത്തിയത്?
കൽപ്പന സോറനെ മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിച്ചിരുന്നു. ഇന്നലെ നിയമസഭാ കക്ഷി യോഗത്തിൽ MLA അല്ലാതിരുന്നിട്ടും കൽപ്പന പങ്കെടുത്തതൊക്കെ അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. ഈ BJP ഈ JMM-നെ പിളർത്തി സർക്കാർ രൂപീകരിക്കുമോ എന്ന ആശങ്കയുള്ളത് കൊണ്ടാണോ ചെമ്പൈ സോറൻ എന്ന ഒരു രാഷ്ട്രീയക്കാരനിലേക്ക് തന്നെ JMM ഒടുവിൽ മുഖ്യമന്ത്രി പദവി നൽകാൻ തീരുമാനിച്ചത്? അങ്ങനെ വേണം കരുതാൻ, അല്ലേ? തീർച്ചയായിട്ടും വിജയകുമാർ, ചെമ്പൈ സോറിനെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹം ഒരു മുതിർന്ന JMM-ന്റെ ഒരു മുതിർന്ന നേതാവ് കൂടിയാണ്. 2 തവണയാണ് ജാർഖണ്ഡിന്റെ മന്ത്രിയായിട്ട് ഇരുന്നിട്ടുള്ളത്. ഈ പ്രാവശ്യം അദ്ദേഹം ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു. ഒപ്പം തന്നെ ഈ പാർട്ടിയുമായിട്ട് വളരെ കാലത്തൊരു ബന്ധം അദ്ദേഹത്തിനുണ്ട്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തിലേക്ക് തന്നെ മുഖ്യമന്ത്രി സ്ഥാനം നൽകുവാനുള്ള തീരുമാനം ഇന്നലെ ചേർന്ന കക്ഷിയോഗത്തിലടക്കമുണ്ടായത്. കൽപ്പന സോറിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടായിരുന്നു. ഒരു കൂട്ടം ബസന്ത് സോറിനെ മുഖ്യമന്ത്രിയാക്കണമെന്നൊരു ആവശ്യവും പ്രകടിപ്പിച്ചതായുള്ള വിവരങ്ങളുണ്ട്. എന്നാൽ അതിനെല്ലാം മറികടന്നുകൊണ്ട് ഈ മുതിർന്ന നേതാവെന്ന നിലയ്ക്ക് ചെമ്പൈ സോറിനെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ED പിടിമുറുക്കിയതോടെ മുഖ്യമന്ത്രി സ്ഥാനം ഏൽപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് പാർട്ടി എത്തുന്നത്. എന്തായാലും JMM-നെ സംബന്ധിച്ച് നേരിയ തിരിച്ചടികൾ നൽകുന്നതാണ് ഹേമന്ത് സോറിനെതിരെയുള്ള ED നടപടികൾ. ഗോത്രവർഗ വിഭാഗങ്ങളുടെ തന്നെ ഒരു നേതാവായി അല്ലെങ്കിൽ അവരൊപ്പം നിൽക്കുന്ന ഒരു നേതാവാണ് ഹേമന്ത് സോറൻ. ഈ ED നടപടി നേരിട്ട സമയങ്ങൾ മുതൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അത് പല ഗോത്ര വിഭാഗങ്ങൾ EDക്കെതിരെ സംസ്ഥാനത്ത് ഉടനീളം നടത്തിയിരുന്നു. ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ പോലും പലയിടങ്ങളിലായി ഈ ED നടപടിക്കെതിരെ JMM പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു. ഒപ്പം ഈ അവസാന സമൻസിൽ, അതായത് 9ാമത്തെ സമൻസ് നൽകുമ്പോൾ ഒരു സാധാരണ നടപടിയെക്കാളും ഒരു അസാധാരണ നടപടിയാണ് EDയിൽ നിന്നും ഉണ്ടായത്. ഹേമന്ത് സോറൻ ഡൽഹിയിലേക്ക് ചില ആവശ്യങ്ങൾക്കായി ഞായറാഴ്ച രാത്രി എത്തുന്നു. തിങ്കളാഴ്ച രാവിലെ EDയുടെ ഒരു സംഘം ഡൽഹിയിലെത്തുന്നു. അദ്ദേഹത്തിന് ഡൽഹിയിലെ വസതിയിൽ അദ്ദേഹമുണ്ട് എന്ന് ധരിച്ചുകൊണ്ട് അവിടേക്ക് എത്തുന്നു. പക്ഷേ അദ്ദേഹത്തെ കണ്ടെത്താനായില്ല. തുടർന്ന് അവിടെ ഒരു പരിശോധന നടത്തുകയും ഏതാണ്ട് 36 ലക്ഷം രൂപയാണ് പിടിച്ചെടുത്തത്. 2 ആഡംബര വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തു. അതിനുശേഷം റാഞ്ചിയിലെ എയർപോർട്ട് കേന്ദ്രീകരിച്ച് ED സംഘം നിലയുറപ്പിച്ചു. എന്നാൽ ആ ED സംഘത്തെ മറികടന്നുകൊണ്ട് അന്ന് വിദഗ്ധമായി ഹേമന്ത് സോറൻ റോഡ് മാർഗമാണ് റാഞ്ചിയിലേക്ക് എത്തിയത്. അതിനുശേഷം ഈ നിയമസഭാ കക്ഷിയോഗം അടക്കം വിളിച്ചു ചേർത്തു. കാരണം ഹേമന്ത് സോറിന് ഈ നീക്കങ്ങൾ, അതായത് ഒരു അറസ്റ്റിലേക്ക് തന്നെയാണ് നീങ്ങുന്നതെന്ന് കൃത്യമായി മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് എന്തായാലും തിരക്കിട്ട രാഷ്ട്രീയ നീക്കങ്ങൾക്കിടെ ചെമ്പൈ സോറൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. രാത്രി തന്നെ സത്യപ്രതിജ്ഞ നടത്തുമെന്നാണ് JMM നേതാക്കൾ അറിയിക്കുന്നത്.